അഭിവന്യ ഫീലക്സോസ് തിരുമേനി, അഭിവന്യ അപ്രയം തിരുമേനി, സ്നേഹമുള്ള അച്ഛന്മാരെ, പ്രിയപ്പെട്ട ചങ്കുകളെ, നമസ്കാരം. നമ്മളെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, US ഇംഗ്ലീഷ്, ഇന്ത്യൻ ഇംഗ്ലീഷ്, ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അറ്റംപ്റ്റഡ് ഇംഗ്ലീഷ് എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഒരു യൂത്ത് കോൺഫറൻസിന് നാട്ടിൽ നിന്ന് ഒരു ലീഡറെ വിളിക്കണം. അപ്പോൾ അവിടുത്തെ യൂത്ത്സ് എല്ലാം ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണ്. അപ്പോൾ ഞാനൊരു സ്പീക്കറുടെ പേര് പറഞ്ഞു. അപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നൊരു അന്ന് ചങ്കായിരുന്നു, ഇപ്പോൾ പുള്ളി കുറച്ചുകൂടെ വലുതായി. പുള്ളി പറഞ്ഞു, അച്ഛാ ഈ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഇംഗ്ലീഷ് അറിയാമോ? അപ്പം ഞാൻ ചോദിച്ചു, നിൻ്റെ അപ്പൻ ഇംഗ്ലീഷ് അറിയാമോ? ഒന്നും വേണ്ടിയില്ല. നിൻ്റെ അപ്പം പറയുന്നത് നിനക്ക് മനസ്സിലാവുമോ? അപ്പം അവൻ പറയാ, അത് ഇംഗ്ലീഷ് അല്ല അച്ഛാ, അത് അറ്റംപ്റ്റഡ് ഇംഗ്ലീഷാണ്. ഇതൊരു അറ്റംപ്റ്റഡ് കോൺവെർസേഷനാണ്. എന്ന് പറഞ്ഞാൽ ഒരു കോൺവെർസേഷന് ഞങ്ങൾ ശ്രമിക്കുകയാണ്, ആൻ ഓണസ്റ്റ് കോൺവെർസേഷൻ. രജിസ്ട്രേഷൻ്റെ സമയത്ത് നിങ്ങളിൽ പലരും പല ചോദ്യങ്ങളൊക്കെ എഴുതി തന്നു. അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഈ 3 എസ്റ്റീംഡ് പാനലിസ്റ്റുകൾ ആ ചോദ്യങ്ങളെ ഒന്ന് അൺപാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് വളരെ പ്രിസ്ക്രിപ്റ്റീവായ ഒരു സെഷൻ അല്ല. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഇങ്ങനെ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പോലെ ഇന്നതിന് ഇത് കഴിച്ചാൽ മതി, ഇന്നതിന് ഇത് കഴിച്ചാൽ മതി എന്ന് പറയാൻ ഇതൊരു ആശുപത്രിയോ അങ്ങനെ ഒരു പ്രിസ്ക്രിപ്റ്റീവ് സെഷൻ അല്ല. മറിച്ച് വി ആർ ജസ്റ്റ് ചെക്കിങ്, ആർ വി ഓൺ ദ സെയിം പേജ്. ഞങ്ങൾ നിങ്ങളെ ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ, നിങ്ങൾ ഞങ്ങളെ ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ? സോ ദ ഹോൾ പർപ്പസ്, ദ വെരി പർപ്പസ് ഓഫ് ദിസ് സെഷൻ ഈസ് ടു സെർച്ച് or to know whether we are on the same page. 3 സെഷനായിട്ടാണ് അല്ലെങ്കിൽ 3 റൗണ്ടായിട്ടാണ് നമ്മുടെ ഈ ഒരു കോൺവെർസേഷനെ നമ്മൾ ക്രമീകരിക്കുന്നത്. 1 റൂട്ട്സ്, 2 ടൂൾസ്, 3 പീപ്പിൾ. നമ്മുടെ കോൺഫറൻസിൻ്റെ സബ് തീമിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗ്രൗണ്ടഡ്, എക്വിപ്ഡ് ആൻഡ് നെറ്റ്വർക്ക്ഡ്. ആദ്യം നമ്മൾ റൂട്ട്സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഗ്രൗണ്ടഡ്നെസ്, ഇതെനിക്കൊന്ന് ആരാ രാവിലെ ഉപയോഗിച്ചതെന്ന് അറിഞ്ഞുകൂടാ, ആ വാക്ക് മാത്യൂസ് കറിയാച്ചനാണ് ഉപയോഗിച്ചത്. ഗ്രൗണ്ടഡ്നെസ് അല്ലെങ്കിൽ റൂട്ട്സ്. എൻ്റെ പള്ളിയിലൊരു പയ്യനുണ്ട്. അവൻ വളരെ മിടുക്കൻ പയ്യനാണ്. എല്ലാ ദിവസവും അവരുടെ വീട്ടിൽ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ഒരു ദിവസം അവർ പള്ളി കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുമ്പോൾ വഴിയിൽ വെച്ചൊരു ആക്സിഡൻ്റ് ഉണ്ടാവും. അപ്പോൾ അപ്പൻ പറഞ്ഞു, നമുക്ക് വണ്ടി നിർത്തണ്ട, പോകാം. അപ്പം മോൻ പറഞ്ഞു, ഇന്ന് ഞങ്ങൾ സൺഡേ സ്കൂളിൽ പഠിച്ചത് നല്ല ശമരിയാക്കാരനെ കുറിച്ചാണ്. സോ ബെറ്റർ വി സ്റ്റോപ്പ് ആൻഡ് സീ വാട്ട് ഹാപ്പൻ ടു ദാറ്റ് ഫാമിലി ഓർ ടു ദാറ്റ് പേഴ്സൺ. അപ്പോൾ പറഞ്ഞു, വേണ്ട, ആവശ്യമില്ലാത്ത ഗുലുമാലിലൊന്നും നമുക്ക് നിൽക്കണ്ട, നമുക്കങ്ങ് പോകാം. അന്ന് വൈകിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഈ മോനെ അപ്പനും അമ്മയും വിളിച്ചു. അപ്പോൾ ഈ പയ്യൻ പറഞ്ഞു, തന്നെ അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ ഇൻഹെറിറ്റഡ് ടൈറ്റിൽസ്, പള്ളി പോവുക, സൺഡേ സ്കൂളിൽ പോവുക, യുവജന സഖ്യത്തിന് പോവുക, ഇങ്ങനെയുള്ള പരമ്പരാഗതമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് നല്ല ക്രിസ്ത്യാനി എന്ന് ധരിക്കുന്ന ഒരു ലോകത്ത് ജെൻസി പറയുന്നു, ഇൻഹെറിറ്റഡ് ടൈറ്റിൽസ് അല്ല, ഒഥൻറ്റിസിറ്റിയാണ് കൂടുതൽ പ്രധാനമെന്ന്. സാറിന് എന്തോ തോന്നുന്നു? ഞാനാണോ ഇതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു സംശയം തുടക്കത്തിൽ എനിക്കുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ പാനലിലുള്ള ചർച്ചകളിലൊക്കെ ഇതാണ് വന്നത്. പലപ്പോഴും ഈ ക്രിസ്ത്യാനികളായിട്ടിരിക്കുന്നത് വളരെ സേഫാണ്. പക്ഷെ അച്ഛനെ പറഞ്ഞ രീതിയിൽ ഒരു ഒതൻറ്റിക് ക്രിസ്ത്യാനിയായിട്ട് മാറുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങളുടെ തലമുറ ഇത്തരം കാര്യങ്ങളെ വളരെ സേഫ് സോണിൽ നിന്ന് കാണാൻ ശ്രമിക്കുകയാണ്. ഒന്നും നഷ്ടപ്പെടുന്നില്ല. നഷ്ടപ്പെടുത്താൻ പറ്റുന്ന ഒരു ജെൻസി, യങ് ജനറേഷൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അച്ഛന് ഈ പറഞ്ഞ ഒരു കഥയുടെ ലെവലിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഈ കഥയ്ക്കപ്പുറത്ത് വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള
കൃത്യമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് എനിക്ക് ഇന്നതിന്നത് അച്ചീവ് ചെയ്യണം എന്ന് പറഞ്ഞു പോകുന്ന ഒരു യുവതലമുറയാണ് ഞാൻ കണ്ടിട്ടുള്ളത്, ഇല്ലെങ്കിൽ കാണാൻ ശ്രമിക്കുന്നത്. ഇനി അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി നിർത്തിയതിന് ശേഷം മറ്റൊരാളെ കെയർ ചെയ്യണം എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റി എത്ര പേരിലുണ്ട്, അതെങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഈ അധ്യാപകൻ എന്നുള്ള നിലയിൽ പിള്ളേരെക്കുറിച്ച് എനിക്ക് ഭയങ്കര സംശയമാണ്. അപ്പം അത് വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾ പലപ്പോഴും പൊതിഞ്ഞുകൊണ്ടാണിത് പറയുക. നമ്മൾ നല്ല ക്രൈസ്തവരാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളവരാണ് എന്ന് പറയും. അതേസമയം ക്രൈസിസിൻ്റെ സമയത്ത് നമ്മൾ തിരിച്ചും കണ്ടിട്ടുണ്ട്. കുട്ടികൾ പെട്ടെന്ന് ഒരു ക്രൈസിസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഈ ഒരു ഡിഫറൻസ്, ഒരു ട്രഡീഷനിൽ നിൽക്കുന്ന ഒരു ക്രിസ്ത്യൻ, വാല്യൂസിൽ നിൽക്കുന്ന ഒരു ക്രിസ്ത്യൻ, ഇത് തമ്മിലുള്ള ഒരു സ്ട്രഗിള് എപ്പോഴും കാണുകയും അഭിമുഖീകരിക്കുകയും ക്യാമ്പസിൽ ഞാനത് നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ക്യാമ്പസിൽ പ്രാർത്ഥനാലയമുണ്ടെങ്കിലും ഞങ്ങളുടെ കുട്ടികൾ പ്രാർത്ഥിക്കാൻ വരാറില്ല. പക്ഷേ ഞങ്ങൾ സ്റ്റുഡൻസ് കോൺഫറൻസിന് വരും. അപ്പോൾ ഇതാണ് എന്നെ ആശങ്കപ്പെടുത്തുന്നൊരു സംഗതി. സാറിൻ്റെ കുഴപ്പമാണോ? അതെ, അതാണ് എൻ്റെ സംശയം. ഞാൻ പ്രിൻസിപ്പൾ എന്നുള്ള നിലയിൽ ചെയ്തിട്ടുള്ള ഒരു ക്രൂരകൃത്യം എന്ന് പറയുന്നത് 9 മണിക്ക് പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകും. ആദ്യത്തെ ഒരു 6 മാസക്കാലം നല്ല പ്രിൻസിപ്പളായതുകൊണ്ട് തന്നെ രാവിലെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകും. അവസാനം ഞാൻ മനസ്സിലാക്കി ഞാൻ ഒറ്റയ്ക്ക് പള്ളിയിൽ പ്രാർത്ഥിക്കാനുള്ളൂ. അപ്പോൾ ഇതെന്നെ നിങ്ങൾ ഈ പല കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും വന്നിട്ടുള്ള ആളുകളാണ്. എൻ്റെ ഒരു പ്രശ്നം, ഈ എന്തിനോടാണ് നമ്മുടെ ഫെയ്ത്ത് അലൈൻ ചെയ്ത് നിൽക്കുന്നത്? ചർച്ചിൻ്റെ സ്ട്രക്ചേഴ്സും അത് നിൽക്കുന്ന സ്പേസുകളിലാണോ നിങ്ങൾ നിൽക്കുന്നത്, അതോ നമ്മുടെ ക്യാമ്പസുകളിലേക്ക് ഒരു ക്രിസ്ത്യൻ വാല്യൂസ് ഇൻഹെറിറ്റ് ചെയ്ത് കൊടുക്കുന്നതിനകത്തുള്ള നമ്മുടെ ചില സാക്രിഫൈസുകളാണ്? എനിക്ക് ഇവരോടുള്ള ചോദ്യമാണ്. അല്ല, എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെക്കുറിച്ചും എനിക്കറിയത്തില്ലെങ്കിലും ഈ നമ്മളിപ്പോൾ ഒരു കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ അവരുടെ പ്രാർത്ഥനയോ അത്തരം കാര്യങ്ങൾ എൻഫോഴ്സ് ചെയ്യുന്നതിന് അവർക്കൊരു ഭയമില്ല. നമ്മൾ ഈ സെക്യുലറിസത്തെ നമ്മൾ വല്ലാതെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ മതമില്ലായ്മയാണ്. അത് എൻഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ഉമ്മൻചാണ്ടി. രാഷ്ട്രീയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ സെക്യുലർ ക്രെഡൻഷ്യൽസിനെ ഇന്ന് വരെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ അങ്ങനെ ഒരു അത്തരം കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ സ്ട്രിക്റ്റായി എൻഫോഴ്സ് ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിലൊരു നമ്മളെ വല്ലാതെ ബ്രാൻഡ് ചെയ്യുമെന്ന് സാറ് പേടിക്കുന്നുണ്ടോ? ഇല്ല, എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു ആശങ്കയുമില്ല. ഞാൻ എൻ്റെ ഒരു ഉദാഹരണം കൂടി പറയുകയാണ്. പ്രൊഫസർ നയനാൻ ഘോഷി ഇലക്ഷന് മത്സരിക്കുന്ന സമയമാണ്. അന്ന് TM തോമസ് ഐസക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ഇലക്ഷനിൽ തോറ്റുപോകും. വോട്ടിങ്ങിൻ്റെ 2 ദിവസം മുൻപാണ് പറയുന്നത്. നിങ്ങൾ ഈ ഇലക്ഷന് ജയിക്കണമെങ്കിൽ 500 വോട്ട് ആവശ്യമുണ്ട്. അപ്പം ഞായറാഴ്ച നിങ്ങൾ ഇലക്ഷന് പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ. നയനാൻ ഘോഷി സാർ പറഞ്ഞ ഉത്തരം ഇന്നും എനിക്കെൻ്റെ ജീവിതത്തിൻ്റെ വഴികാട്ടിയാണ്. അത് സാറ് പറഞ്ഞത്, നാളെ ഞായറാഴ്ചയാണ്, ഞാൻ തോറ്റുപോകുമായിരിക്കാം, പക്ഷേ പള്ളിയിൽ പോകാതെ ഞാൻ ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങുന്ന പ്രശ്നമില്ല. അപ്പം ഒരാൾ സെക്കുലർ ആയിരിക്കുക എന്ന് പറയുന്നത് ക്രൈസ്തവ മൂല്യങ്ങളോടുകൂടി പൊതുസമൂഹത്തിൽ സാക്ഷിയായിരിക്കാനാണ്. ഞാനതാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട പ്രശ്നം, എൻ്റെ അധ്യാപകരും ഇത് തന്നെ ചോദിക്കാറുണ്ട്, സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് എന്തുകൊണ്ട് ക്രൈസ്തവമായിട്ടുള്ള പ്രാർത്ഥന നമ്മൾ ഉപയോഗിക്കുന്നു? ഇപ്പോൾ അസതോമ സദ്ഗമയ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ആ പ്രാർത്ഥന എൻഡ് ചെയ്യുന്നിടത്ത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പം അത് സെക്കുലർ അല്ലാതാകുന്ന ഒരു വ്യാഖ്യാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതും ആ പ്രാർത്ഥനയും സെക്കുലർ ആണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ഈ
നമ്മൾ ഒതൻറ്റിസിറ്റിയെക്കുറിച്ചാണല്ലോ. ഈ ഒതൻറ്റിക്കായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളല്ല, നിങ്ങൾ ജെൻസികൾ. ഞങ്ങളൊരു അതിനുവേണ്ടി അറ്റംപ്റ്റഡ് ജെൻസിയാണ്, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എനിക്ക് ഷിബി അച്ഛനോട് ചോദിക്കാനുള്ളതേ, അങ്ങനെ ഒതൻറ്റിക്കായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരെല്ലാം കൂടുതലും, എല്ലാവരും അല്ലെങ്കിലും, ഒരു ഡിജിറ്റൽ കത്തീഡ്രലിലാണ് ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ടിക്ടോക്കിൽ നിന്നാണ് തിയോളജി കിട്ടുന്നത്. വേദപുസ്തകത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ഒക്കെയുള്ള ഇൻസ്റ്റഗ്രാമിലുള്ള അപ്പോളജറ്റിക്സിലൊക്കെയാണ് കൂടുതലും ആശ്രയിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ലോകത്ത് ഈ ഒരു ഡിജിറ്റൽ കത്തീഡ്രലിനെ കൂടുതൽ ആശ്രയിക്കുന്ന, ടിക്ടോക്ക് തിയോളജിയെ ആശ്രയിക്കുന്ന, ഇൻസ്റ്റഗ്രാം അപ്പോളജറ്റിക്സിൽ കൂടുതൽ ആശ്രയിക്കുന്ന ഒരു തലമുറ, ആ തലമുറയ്ക്ക് അവർക്ക് കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. അവർക്ക് രസകരമായ രീതിയിൽ അതിനെ ഓൺലൈൻ കണ്ടൻറ്റിനെ ആണ് അവർ കൂടുതലും ഇഷ്ടപ്പെടുന്നത്. അങ്ങനൊരു കാലഘട്ടത്തിൽ നമ്മളൊരു ലിമിറ്റഡ് ഓപ്ഷൻസ് ആണോ ജെൻസിക്ക് ഓഫർ ചെയ്യുന്നത് അവരുടെ ഒരു ഒതൻറ്റിക് സ്പിരിച്വൽ സെർച്ചിൽ? പ്രിയപ്പെട്ട അച്ഛൻ ഈ പറഞ്ഞതായ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഈ ഒതൻറ്റിക് എന്ന് പറയുന്നതിനെ തന്നെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഹൗ വി ഡിഫൈൻ ദി ഒതൻറ്റിസിറ്റി ഓഫ് ഫെയ്ത്ത്. പലപ്പോഴും വിശ്വാസത്തെ നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് അതിൻ്റേതായ ചില നോംസ് വെച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോവുക, കുടുംബ പ്രാർത്ഥനയിൽ നിരന്തരമായി പങ്കെടുക്കുക, വേദപുസ്തകവും വായിക്കുക, പ്രാർത്ഥിക്കുക, അങ്ങനെ പോകുന്ന ആ ഒരു സിസ്റ്റം ഓഫ് ഫെയ്ത്ത്, ആ സ്ട്രക്ചറിങ് ഓഫ് ഫെയ്ത്തിനകത്തൂടെ പോകുന്നു. എന്നാൽ മറുഭാഗത്തെ പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ടിക്ടോക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഫെയ്ത്തിൻ്റെയും അതിൻ്റെ കണ്ടൻറ്റിൻ്റെയും അതിൻ്റെ വ്യാഖ്യാനങ്ങളെയും ഒക്കെ മനസ്സിലാക്കുമ്പോൾ ഡിജിറ്റൽ ജനറേഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ സിസ്റ്റത്തിനകത്ത് ഫെയ്ത്തിനെ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അവിടെ എത്രത്തോളം ഓപ്ഷൻ ഉണ്ടെന്നുള്ളതാണ് ചോദിച്ചത്. യഥാർത്ഥത്തിൽ പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു ഡിജിറ്റൽ ഡിവൈഡ് ഇതിനകത്തുണ്ട്. കാരണം പലപ്പോഴും സഭയെ സംബന്ധിച്ചും ഫെയ്ത്തിനെ സംബന്ധിച്ചും നമ്മൾ ചില ബൗണ്ടറികൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് നിശ്ചയിച്ചിരിക്കുന്നിടത്തുണ്ട്. എന്നാൽ അവിടെയാണ് നമ്മളുടെ ഈ ജെൻസി, നമ്മളുടെ ഈ കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ ഓപ്ഷനിലേക്ക് നമ്മൾക്ക് മുമ്പിൽ തുറന്നു തരുന്നത്. എനിക്ക് തോന്നുന്നു ജീസസ് ക്രൈസ്റ്റിൻ്റെ ലൈഫാണ് ഇതിൻ്റെ ഒരു ഒതൻറ്റിക് മാൻഡേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എത്രത്തോളം സ്വീകരിക്കുന്നു, എത്രത്തോളം അതിനെ ഉൾക്കൊള്ളുന്നു, കർത്താവിൻ്റെ ജീവിത ശൈലിയെ ഏത് വിധത്തിൽ ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും നമ്മൾ മനസ്സിലാക്കുന്നു, അതായിരിക്കണം നമ്മുടെ ഒരു ഓപ്ഷൻ. അവിടെയാണ് ചർച്ചിന് ഈ ജനറേഷനെ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് തുറന്നു വരുന്നത്. കാരണം ഓരോ കാലഘട്ടത്തിലും അതിൻ്റേതായ ബൗണ്ടറികളും എക്സ്ക്ലൂസീവായിട്ടുള്ള ടെൻഡൻസീസും നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് പ്രയാസമാണ്. എന്നാൽ അങ്ങനെ വരാതെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സംഭാഷണത്തിൽ, വർത്തമാനത്തിൽ തന്നെ നമുക്ക് തുറന്ന് കൊടുക്കുന്നതാണ് നമ്മുടെ ഒതൻറ്റിക് ഫെയ്ത്ത് എന്ന രീതിയിലേക്ക്, ഒരു ഡയലോഗിലേക്ക്, ഒരു ഇൻക്ലൂസീവ് ആകുന്ന ഒരു സ്പേസിലേക്ക് നമ്മൾക്കെത്താൻ പറ്റുന്ന രീതിയിൽ ഓപ്ഷൻസ് തുറന്നു കൊടുക്കുക തന്നെയാണ് യഥാർത്ഥത്തിൽ ഒതൻറ്റിക്. യേശുവിനെ പോലെ ജീവിക്കാൻ പള്ളി പോണോ? യേശുവിനെ പോലെ ജീവിക്കാൻ പള്ളി പോകേണ്ട ആവശ്യമില്ല. എന്നാൽ യേശുവിനെ പോലെ ജീവിക്കണമെങ്കിൽ പള്ളി മാത്രം പോരാ, അതിൻ്റെ അപ്പുറത്തേക്ക് സഞ്ചരിക്കണം എന്നുള്ളതാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. എന്നതുകൊണ്ട് എന്താണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ദൈവരാജ്യത്തിൻ്റെ ഒരു കൂട്ടായ്മ യേശു കർത്താവ് തുറന്നു വെച്ചതിനകത്ത് അന്നത്തെ എല്ലാ വിധത്തിലുള്ള ജനസമൂഹങ്ങളെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചിരുന്നു. അവിടെ ഒരു ഹെയ്റ്റോ വെറുപ്പോ ഒരു ഡിവിഷനോ ഡിസ്ക്രിമിനേഷനോ ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഫെയ്ത്ത് ഒതൻറ്റിക് ആകുന്നത് ആ ഒരു ശൈലി നമ്മൾ സ്വീകരിച്ച് തുടങ്ങുമ്പോഴാണ്. അതിലേക്ക് നമുക്ക് എത്രത്തോളം മുന്നേറുവാൻ അല്ലെങ്കിൽ മുന്നേറ്റം നടത്താൻ സാധിക്കും എന്നുള്ള ഓപ്ഷൻസിനെ നമ്മൾ തന്നെ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് പലപ്പോഴും പറയുന്നത് പോലെ നമ്മളിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആകാതെ തുറന്ന ഒരു ഇൻക്ലൂസീവ് ആകുന്ന സ്പേസിനെ കുറിച്ച് ചിന്തിക്കുന്നതിലൂടെയാണ് ഇതെല്ലാം സാധ്യമാകുന്നത്. അതിനകത്ത് ഡിജിറ്റൽ ജനറേഷനാണ് അതിനകത്ത് എനിക്കൊരു മുൻകൈ എടുത്ത് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു ആ കാര്യത്തിൽ. അതുകൊണ്ട് ആ കാര്യത്തിൽ പോസിറ്റീവാണ്. ഈ ഒതൻറ്റിക്കായിട്ട് ജീവിക്കണമെന്നൊക്കെ പറയുമ്പോൾ ചില സമയത്ത് പരീക്ഷയ്ക്ക് തോക്കുന്നു, അല്ലെ ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാളും പ്രേമിച്ചവൻ നമ്മളെ തേച്ചിട്ട് പോയി, അങ്ങനെയൊക്കെയുള്ള പല, പിന്നെ കംപ്ലീറ്റ് തേപ്പിൻ്റെ കഥ, ഇങ്ങനെയൊക്കെ വരുമ്പം ചിലർക്ക് ഒത്തിരി നിരാശ വരാം. ചിലർക്ക് ബേൺ ഔട്ട്. എന്നെ നോക്കണ്ട, എന്നെ ആരും തേച്ചിട്ടില്ല.
അപ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നമുക്ക് തോന്നാം. അപ്പോൾ ഇങ്ങനെ ഒരു ഡിപ്രഷൻ എക്സ്പ്രസ് ചെയ്യുക, കാരണം നമ്മൾ ജീവിക്കുന്നത് ഒരു ടോക്സിക് പോസിറ്റിവിറ്റിയുടെ ലോകത്താണ്. യു വിൽ ബി ഫൈൻ, എവ്രിതിങ് വിൽ ബി ഓക്കെ, എല്ലാം ഓക്കെ ആണ് എന്ന് പറയുമ്പം എനിക്ക് ഡിപ്രഷൻ ഉണ്ടെന്ന് പറയുന്നത്, ഞാൻ ബേൺ ഔട്ടായി എന്ന് പറയുന്നത്, ഒരു അല്ലെങ്കിൽ എനിക്കൊന്ന് കരയാൻ തോന്നുന്നത്, അല്ലെങ്കിൽ എനിക്ക് വല്ലാതെ നിരാശ തോന്നുന്നു എന്ന് പറയുന്നതൊക്കെ ഒരു അവിശ്വാസത്തിൻ്റെ ലക്ഷണമായി കാണുന്ന ഒരു കാലമാണ്. എന്നാൽ ഇന്നത്തെ ചെറുപ്പക്കാരിൽ പലരും, അവർക്ക് ഇപ്പം ദീപിക പദുക്കോണൊക്കെ ഡിപ്രഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഡിപ്രഷൻ അതൊരു വലിയ സംഭവമാണ്. എന്നാൽ നമ്മുടെ പള്ളിയിലുള്ള അല്ലെങ്കിൽ പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു അച്ഛൻ ഡിപ്രഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വട്ടാന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കുറഞ്ഞത് ദീപിക പദുക്കോണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമാ നടനോ നടിയോ ഡിപ്രഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. ഇപ്പോൾ കൊച്ചമ്മ ഞാൻ ആ രോഗം പറയുന്നില്ല, കൊച്ചമ്മ ഒരു സർവൈവറാണ്. ഈ ടോക്സിക് പോസിറ്റിവിറ്റിയുടെ കാലത്ത് എവ്രിതിങ് ഈസ് നോട്ട് ഫൈൻ. ബേൺ ഔട്ട് ആവുന്നത്, സെപ്പറേഷൻ ഉണ്ടാവുന്നത്, ഫെയിലിയർ ഉണ്ടാവുന്നത്, ഇറ്റ് ഈസ് ഓക്കെ. അല്ലാതെ ഞാൻ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ പോസിറ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്ക് വിശ്വാസമില്ലെന്നാണോ? വേദപുസ്തകം നമ്മളെ ഒരിക്കലും നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് നമുക്കെല്ലാം ശുഭമായി ഭവിക്കും എന്ന് പഠിപ്പിക്കുന്നില്ല. സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം ഒന്നിച്ചൊഴുകുന്ന ഒരു ജീവിതമാണ്. പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് നമ്മൾ നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെ മധ്യത്തിൽ പിടിച്ചു നിൽക്കാൻ, ആ പ്രതിസന്ധിയൊക്കെ തരണം ചെയ്യുവാൻ ദൈവത്തിലുള്ള വിശ്വാസം നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ചെറുപ്പകാലം തുടങ്ങി തന്നെ എൻ്റെ പിതാവിൻ്റെ ഒരു അകാലത്തിലുള്ളൊരു മരണം, 6 പെൺകുട്ടികളെ അമ്മ വളർത്തിയെടുത്ത ആ ഒരു ഘട്ടത്തിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ ജീവിതം എപ്പോഴും സുഖകരമല്ല എന്നുള്ള ഒരു പാഠം ചെറുപ്പത്തിൽ തന്നെ അത് മനസ്സിലായി. അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും സക്സസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഒരിക്കലും ആ ഒരു സ്ക്രിപ്റ്റ് ജീവിതാനുഭവത്തിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ജനറേഷൻ്റെ ഒരു പ്രശ്നം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ അവർ എപ്പോഴും വിജയത്തിൻ്റെ കഥകൾ മാത്രമായിരിക്കാം ഒരുപക്ഷെ കാണുന്നത്. പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ മറുവശങ്ങൾ, ഇപ്പോൾ അച്ഛൻ ദീപിക പദുക്കോണിൻ്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ സക്സസ് ആയവരുടെ ആ സക്സസ്ഫുൾ സ്റ്റോറീസ് മാത്രം കേൾക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ഒരു മറുവശം ചിലപ്പോൾ അവരെ അറിയാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ പണ്ട് അച്ഛനൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, നീരേറ്റുപുറത്ത് അച്ഛൻ ആ തലവടി സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അച്ഛൻ്റെ കൂടെ അവിടെ കൃഷിക്കാരുടെ മക്കളുണ്ട്, അവിടുത്തെ മീൻകാരൻ്റെ മകന് കൂടെ പഠിക്കുന്നുണ്ട്, അവിടുത്തെ പ്രമാണിയുടെ മക്കൾ കൂടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല റേഞ്ചിലുള്ള കുട്ടികൾ, പല തലത്തിലുള്ള ജീവിതാനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരൊക്കെ പഠിക്കുമ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിലെ സ്ട്രഗിൾ കാണാൻ ഒക്കെ ഉള്ളൊരു അവസരമുണ്ട്. എന്നാൽ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്, ഇന്ന് നമ്മളെല്ലാം ഇങ്ങനെ ഒരു ബ്രോയിലർ ചിക്കനെ വളർത്തുന്ന പോലെ കുട്ടികളെ ഇങ്ങനെ ഒരേ അച്ചിലിട്ട് വാർക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയാണ്. ഒരേ തലത്തിലുള്ള കുട്ടികൾ തമ്മിൽ മാത്രമേ ഇടപെടുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രഗിൾ അനുഭവിക്കുന്നവരെ അവർ കാണുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നം കൊണ്ടാണോ ഈ ഒരു പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഒരു കരുത്ത് അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ദൈവവിശ്വാസം ഉണ്ടായതുകൊണ്ട് നമ്മൾ യോബിൻ്റെയൊക്കെ ജീവിതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അതാണ്. നമുക്ക് പ്രയാസങ്ങളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം, പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസം ഒക്കെയാണ്. അതിന് ഒരു പരിധിവരെ ഇപ്പോൾ പള്ളിയിൽ പോയില്ലെങ്കിൽ എന്താ എന്ന് ചോദിച്ചാൽ, ഒരു അച്ചടക്കം, ഒരു ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിൽ ചെറുപ്പകാലത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പള്ളിയിൽ പോയി തുടങ്ങിയെങ്കിലേ പറ്റുള്ളൂ. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞ് അതിനെയൊക്കെ മനസ്സിലാക്കി അതിജീവിക്കാനുള്ള ഒരു കരുത്ത് ആർജിക്കുമ്പോൾ പിന്നെ അയാൾക്ക് ഒരു പക്ഷേ പള്ളിയിൽ പോയില്ലെങ്കിലും അതിനെ അതിജീവിക്കാൻ സാധിക്കുമായിരിക്കും. അല്ലെങ്കിൽ അവരുടെ ഒരു പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പിലൂടെയോ പ്രാർത്ഥനകളിലൂടെയോ ഒക്കെ അത് ചെയ്യാനായിട്ട് സാധിക്കുമായിരിക്കും. അപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ അതിനെ ഒരു ഇറ്റ് ഈസ് എ സൈൻ ഓഫ് ലാക്ക് ഓഫ് ഫെയ്ത്ത് എന്ന നിലയിലാണ് പലപ്പോഴും. മുമ്പേ പറഞ്ഞ പോലെ ഒന്നിയും ദീപിക പദുക്കോണോ ഫഹദ് ഫാസിലോ റീമ കല്ലിങ്കലോ ഇത്രയുമാണ് എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ളത്. അപ്പോൾ ഇവരൊക്കെ പറയുകയാണെങ്കിൽ എന്ത് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂവും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കൊന്നും എന്നാൽ ഒരു സാധാരണ ഒരാൾക്ക്
മെൻ്റൽ ഹെൽത്ത് ചലഞ്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ അതിനെ വിശ്വാസമില്ലായ്മയായിട്ട് കാണും. ഇതൊരു വലിയ സ്ട്രഗിളാണ് ഒരു സാധാരണ, പ്രത്യേകിച്ച് അത് ചെറുപ്പക്കാർക്കും എല്ലാവർക്കും ഉണ്ടാവുന്ന. നമ്മൾ എങ്ങനെയാണ് ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ മെൻ്റൽ ഹെൽത്ത് ചലഞ്ചസ് പഠിക്കുന്ന കാര്യമാവാം, ജോലിയെ സംബന്ധിച്ചാവാം, കുടുംബജീവിതത്തെ സംബന്ധിച്ചാവാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചാവാം, എങ്ങനെയാണ് നമ്മളൊരു ഹൗ ഡു വി അഡ്രസ് ദോസ് ചലഞ്ചസ്? ഇത് ഞാനിപ്പോൾ പറഞ്ഞ അതേ ഒരു തലത്തിൽ കൂടി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം നമ്മൾക്ക് എന്തെങ്കിലും സംശയമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ദുഃഖമുണ്ടാകുമ്പോൾ, വേദനയുണ്ടാകുമ്പോൾ അതൊരിക്കലും നമ്മുടെ ഒരു അവിശ്വാസമായിട്ട് കാണേണ്ടതില്ല. അത് ജീവിതത്തിൻ്റെ ഒരു നാച്ചുറലായിട്ടുള്ളൊരവസ്ഥയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതൊരു മനുഷ്യനും ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ ആണെങ്കിലും ക്രിസ്തു പലപ്പോഴും യേശു ക്രൂശിലേക്ക് പോകുമ്പോൾ പറയുന്നുണ്ട്, ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ചോദിക്കുന്ന. യേശുവിന് ക്രൂശിലേക്ക് പോകാൻ വിഷമമില്ല, കാരണം 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേക്കും. പക്ഷെ നമ്മളാരും എഴുന്നേക്കുന്നില്ലല്ലോ 3 ദിവസം കഴിഞ്ഞ്. അത് ക്രിസ്തു ആകുന്നത് തന്നെ കൊടുക്കുന്നതിലൂടെയാണല്ലോ. അല്ല, നമ്മൾ അത് ശരിയായിരിക്കുമ്പോഴും നമ്മളൊന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേക്കുന്നില്ല. എൻ്റെ അപ്പനൊക്കെ കല്ലറ കയറിയിട്ട് 10-35 കൊല്ലമായി, ഇതുവരെയും പുള്ളി എഴുന്നേറ്റിട്ടില്ല. അപ്പം നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ്റെ ഭാഷ, ഇത് ക്ലീഷയാണ്, കുരിശുണ്ട് 3-ാം ദിവസം ഉയർന്ന്, സത്യമാണ്. പക്ഷേ നമ്മൾ സാധാരണക്കാരായ മനുഷ്യരാണല്ലോ. നമുക്ക് ഈ ട്രാൻസ് സിനിമ കണ്ട് യെസ് യു ക്യാൻ എന്നൊക്കെ നമുക്ക് പറയാവുന്നല്ലാതെ റിയൽ ലൈഫിൽ ഒന്ന് കരഞ്ഞാൽ, ഇപ്പോൾ ആ പള്ളിയിലെ അച്ഛന് കരയാൻ പറ്റുമോ? കരയണം. അപ്പോൾ അത് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ കരയുന്നതിന് കുഴപ്പമില്ല. ഇതല്ലാതെ ഇപ്പം എന്നോട് ചില ദിവസം ഞാൻ ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ കരഞ്ഞു. അപ്പോൾ പലരും എന്നോട് വന്ന് ചോദിക്കും, അച്ഛൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. മരണ വീട്ടിൽ പോയാൽ ഞാൻ കരയും. എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ഏത് മരണ വീട്ടിൽ പോയില്ല. അപ്പം ആളുകൾക്ക് തോന്നുന്നു എൻ്റെ അമ്മയാണോ മരിച്ചത്, അവിടുത്തെ അമ്മയാണോ മരിച്ചത്. അപ്പോൾ ഇതൊന്നും നോർമൽ അല്ല. കാരണം ഈ മെൻ്റൽ ഹെൽത്ത് ചലഞ്ച്, ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നതൊക്കെ എന്തോ കുഴപ്പം പിടിച്ച. കാരണം നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ കരയരുത്, സങ്കടപ്പെടരുത്, നിരാശയാണെന്ന് പറയരുത് എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് ഇതിൽ തോന്നിയിട്ടുള്ള എൻ്റെ കുട്ടികൾ, അവർ എത്ര കുട്ടികളുണ്ട്? എനിക്ക് 1080 കുട്ടികൾ. ആണോ? അത് കുഴപ്പമില്ല. അവരെ പലരും ഓഫീസിൽ വന്നിട്ട് പറയാറുണ്ട്, സ്വത്ത് എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കുമോ? തീർച്ചയായിട്ടും നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതാണല്ലോ. അപ്പോൾ അത് അവർ വന്നിട്ട് പറയുന്നൊരു പ്രശ്നമുണ്ട്. മെൻ്റലായിട്ടുള്ള ഇഷ്യൂ ഉള്ളവർ, ഡിപ്രഷനുള്ളവർ, ഈ കുട്ടികൾ വന്നിട്ട് പേഴ്സണലി എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാറേ മറ്റൊരാളോട് പറയരുത്, പക്ഷേ എനിക്ക് കൗൺസിലിംഗ് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ജെൻസിയെക്കുറിച്ച് ആ ഒരു ലെവലിൽ ഞാൻ മനസ്സിലാക്കുന്ന സംഗതി, അവർക്കൊരു ഓപ്പൺനെസ് ഉണ്ട്, അവരുടെ ഇഷ്യൂസ് കൗൺസിലിംഗ് ആവശ്യമുള്ളതാണെന്ന് അവർ മനസ്സിലാക്കി റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. തിരിച്ച് നമുക്ക് 2 കൗൺസിലേഴ്സ് ഉണ്ട്, പക്ഷേ അത് കൃത്യമായിട്ട് പോകുന്നുകൊണ്ട് അതിനകത്തൊരു രഹസ്യ സ്വഭാവം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവർ നിൽക്കുന്നു എന്നുള്ള. അല്ല, നമ്മളതിനെ ഹീൽ ചെയ്യാനായിട്ട് അതൊരു ഡിസീസായിട്ട് കാണേണ്ട കാര്യമുണ്ടോ? അപ്പം നമ്മൾ ഈ കൗൺസിലിങ്ങിനെ വിടുക എന്നൊക്കെ പറയുമ്പം അതെന്തോ അബ്നോർമലാണ്, അതിന് അത്യാവശ്യമായിട്ട് നമ്മൾ മയക്കുവെടി വെക്കേണ്ട കേസാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമുണ്ടോ? ഇറ്റ് ഈസ് ഓക്കെ, ഇറ്റ് ഈസ് നോ. എന്തുകൊണ്ട് നമ്മൾ ഇത്തരം ചലഞ്ചസിനെ ഇറ്റ് ഈസ് ഓക്കെ എന്ന് പറയാനായിട്ട് പറ്റുന്നില്ല? ഇതെല്ലാം ഒരു ട്രീറ്റ് ചെയ്യേണ്ടതാണെന്ന് കാണേണ്ടതുണ്ടോ? ഇറ്റ് ഈസ് ഓക്കെ ഇഫ് യു ആർ ഡിപ്രസ്ഡ്, ദാറ്റ്സ് ഓക്കെ. യേശു കുരിശേ കിടന്ന്, കൊച്ചമ്മ പറഞ്ഞ പോലെ യേശു കുരിശേ കിടന്ന് എന്നെ കൈവിട്ടത് എന്തെന്ന് പറയുന്നു, ഗദസമനെ കിടന്ന് കരയുന്നു. എനിക്ക് മനസ്സിലായത് ഇറ്റ് ഈസ് ഓക്കെ ടു ബി ഹ്യൂമൻ. ഇതെല്ലാം ഒരു മനുഷ്യനായിരിക്കുമ്പം നിരാശയും സങ്കടവും ഒക്കെ വരാം എന്നതിനെ നമ്മൾ കുറച്ചുകൂടെ നാച്ചുറലായിട്ട് കാണുന്നതല്ലേ എന്നല്ലേ? ഞാൻ കണ്ടിട്ടുള്ള കുട്ടികളും പേരൻസും അവരിലുള്ള ഒരു വലിയ പ്രശ്നം മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ കുട്ടികൾക്ക് സ്വന്തം വീട്ടിൽ പലപ്പോഴും ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നില്ല. പേരൻസ് തമ്മിലുള്ള ഒരു ക്രൈസിസ് ആ കുട്ടികളെ ബാധിക്കുന്നുണ്ട്. 2, ഒന്നിലധികം പ്രണയബന്ധങ്ങൾ ബ്രേക്കായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഒട്ടുമിക്ക ആളുകളും. അടുത്ത് ട്രൈ ചെയ്യണം. അടുത്ത് ട്രൈ ചെയ്യുന്ന അത് അവർ വളരെ ഓപ്പണായിട്ട് പറയുകയും ചെയ്യും. പക്ഷേ മറ്റൊരു ഇഷ്യൂ കൂടെ ഉള്ളത്, 2023 ശേഷം നമ്മുടെ ജെൻസി എന്ന് പറയുന്ന ആളുകളുടെ ഇടയിലുണ്ടായിട്ടുള്ള
സൂയിസൈഡ് നിരക്കെന്ന് പറയുന്നത് 63% മുകളിലാണ്. 63 ആണ്. ഇത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ ക്യാമ്പസുകൾ അല്ലെങ്കിൽ ജെൻസി എന്ന് പറയുന്ന ആളുകൾ പലപ്പോഴും ഡീപ്പായിട്ടുള്ള ഇമോഷണൽ ക്രൈസിസിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിനെ മറികടക്കാനുള്ള ഫെസിലിറ്റീസ് വളരെ വളരെ കുറവാണ്. ചില കുട്ടികൾ വളരെ ആക്റ്റീവായിട്ട് നിന്നിട്ട്, എൻ്റെ ജീവിതാനുഭവത്തിൽ നേരിട്ട് ഞാൻ കണ്ടതാണ്, തൊട്ടു തലേ ദിവസം എന്നോട് സംസാരിച്ചിട്ട് 2 ദിവസത്തിനുള്ളിൽ സൂയിസൈഡ് ചെയ്ത കുട്ടികളുമുണ്ട്. അപ്പോൾ ഇത് എനിക്കൊരൊറ്റ ചോദ്യമേ ഉള്ളൂ, നമ്മുടെ ഇമോഷണലായിട്ടുള്ള ക്രൈസിസിനെ ഓപ്പൺ ചെയ്യാനുള്ള ഒരു സ്പേസ് ചർച്ച ആണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും നിങ്ങളുടെ ഈ ഫെലോഷിപ്പുകളാണെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളാണെങ്കിലും നൽകുന്നുണ്ടോ എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് ഷിബി അച്ഛനോട് ചോദിക്കാനുള്ളത്, ഈ പ്രത്യേകിച്ച് ജെൻസി തലമുറ പല കാര്യങ്ങളിലും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ചർച്ചിനോട് വളരെ ഡിസൊല്യൂഷൻഡാണ്. കാരണം വാട്ട് ഈസ് ഔട്ട്സൈഡ് ദ ചർച്ച്, അല്ലെങ്കിൽ നമ്മൾ വാട്ട് ഈസ് ലീഗൽ ഔട്ട്സൈഡ് ദ ചർച്ച് ഈസ് ഇല്ലീഗൽ വിത്തിൻ ദി കൺഫൈൻസ് ഓഫ് ദ ചർച്ച്. അതിപ്പോൾ ഒരുമിച്ച് ജീവിക്കുക, ലിവിങ് ടുഗെദർ എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് നിയമപരമായി അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ലീഗലായ നിയമപരമായ കാര്യങ്ങളൊക്കെ സഭയ്ക്കുള്ളിൽ വരുമ്പോൾ അത് നിയമവിധേയമല്ല. അപ്പോൾ ഇങ്ങനെ ഒരു ക്രൈസിസിൽ രാജ്യത്തെ നിയമം അനുവദിക്കുകയും സഭയുടെ നിയമങ്ങൾ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അത്തരത്തിലുള്ളൊരു ഡിസൊല്യൂഷൻമെൻറ്റ് ഒരു പക്ഷേ പലരുടെയും മനസ്സിലുണ്ടാവാം. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്ട്രഗിളിനെ ഹാൻഡിൽ ചെയ്യുന്നത്? ഈ പറഞ്ഞതുപോലെ നിയമപരമായി രാഷ്ട്രത്തിൻ്റെ നിയമത്തിൽ ലഭിച്ചിരിക്കുന്നതായ ഒരു സ്വാതന്ത്ര്യം, അതോടൊപ്പം എന്നാൽ അതേ കാര്യങ്ങൾ സഭയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഉണ്ടാകുന്നതായ ചില പരിമിതികൾ, തീർച്ചയായിട്ടും നമ്മൾ സഭയെയും ഒരു രാഷ്ട്ര നിർമ്മാണത്തെയും 2 വിധത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ടി വരും. ഒന്ന്, സഭയെന്ന് പറയുന്നത് അതിൻ്റെ ഒരു വിശ്വാസ എന്ന് പറയുന്നത് ഒരു ചരിത്രത്തിലൂടെ ഹിസ്റ്റോറിക്കലായിട്ട് ഇവോൾവ് ചെയ്യുന്ന ഒന്നാണ്. അത് ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ അതിന് സ്ഥായിയായി ഒരു സമൂഹത്തെ കൊണ്ട് പോകുന്നതിന് വേണ്ടി, സമൂഹത്തിൻ്റെ കാര്യങ്ങളെ നടപ്പിലാക്കുന്നതിന് വേണ്ടി അതിൻ്റേതായ നിയമകാര്യ വ്യവസ്ഥിതികളും അതിനോടൊപ്പം ഉണ്ട്. അപ്പോൾ ഒരേ ഭാഗത്ത് വിശ്വാസ സംബന്ധവും ആധ്യാത്മികവുമായ നിലപാടുകളിലൂടെ നിൽക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ആ സമൂഹം എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് നിഷ്കർഷിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ലീഗലായിട്ട് സഭയ്ക്ക് തന്നെ ഉണ്ട്. എന്നാൽ പലപ്പോഴും രാഷ്ട്രത്തിൻ്റെ നിയമം അതിവേഗം സഞ്ചരിക്കുകയും നിയമനിർമ്മാണങ്ങൾ നടപ്പിലാവുകയും ചെയ്യുന്നത് പോലെ സഭയ്ക്കുള്ളിൽ അത്ര വേഗത്തിൽ അത് നടപ്പാകുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. കാരണം ഫെയ്ത്തും തിയോളജിയും അതിൻ്റെ എക്സ്പ്രഷൻ പോലെ തന്നെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രാക്ടീസസ് വളരെ വേഗത്തിൽ ഉള്ളവായി വരുന്നില്ല. നമ്മുടെ സഭയിൽ തന്നെ എടുത്തു നോക്കിയാൽ ഒരു കാലഘട്ടത്തിൽ ഏറെ ചർച്ച ചെയ്ത ഒന്നാണ് സ്ത്രീകളുടെ പട്ടം എന്ന് പറയുന്നത്, ഓർഡിനേഷൻ ഓഫ് ദ വുമൺ. എന്നാൽ എത്രയോ കാലത്തെ ചർച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ സ്ത്രീകൾ മദ്വായിൽ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ചർച്ചിനെ എപ്പോഴും വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു സമൂഹമായി നമുക്ക് എപ്പോഴും എടുക്കാൻ പറ്റില്ല. എന്നാൽ ചർച്ച് ലഭിക്കുന്ന ദൈവശാസ്ത്ര ബോധ്യങ്ങൾക്കനുസരിച്ച്, ലോകമെമ്പാടും സംഭവിക്കുന്ന മാറ്റങ്ങൾ അനുസരിച്ച് അതിനെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം പാകപ്പെടുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ നിയമപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയോടെ ചുവടുകൾ വെക്കുകയും ചെയ്യേണ്ടത്. വേഗത്തിൽ ഒരിക്കൽ പോലും സഭയ്ക്ക് അത് ചെയ്യാൻ പറ്റില്ല. കാരണം ഡിലേ ഉണ്ടായിരിക്കാം, പക്ഷേ ഡിലേയിൽ ഉണ്ടാകൽ എന്നത് മാത്രം ശ്രദ്ധിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് എപ്പോഴും രാഷ്ട്രവും ഇതും തമ്മിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, ലിവിങ് ടുഗദർ ആണെങ്കിലും മറ്റ് രീതിയിലുള്ള നിയമങ്ങൾ രാജ്യത്ത് നടപ്പാകുമ്പോഴും സഭയ്ക്ക് അത് വേഗം അതേപോലെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം സഭയ്ക്കകത്ത് ഒരു ഫെയ്ത്ത് ഡയമെൻഷനുണ്ട്, ഹിസ്റ്റോറിക്കൽ ഡയമെൻഷനുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയുണ്ട്, കമ്മ്യൂണിറ്റിയുടെ പല കാര്യങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ഇത് സ്വീകരിക്കുമ്പോൾ തന്നെ ഇതിനെ വളരെയേറെ പാടെ നിഷേധിക്കുന്ന അപ്പുറത്ത് ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഇതെല്ലാം എടുത്തുകൊണ്ട് മാത്രമേ, സ്ലോ ആയിട്ട് മാത്രമേ ചേഞ്ചുകൾ വരുത്താൻ പറ്റത്തില്ല. എന്നാൽ സഭ എപ്പോഴും ഒരു വെൽക്കമിങ്ങും ഓപ്പണിങ്ങുമായി നിൽക്കുക എന്നുള്ളതാണ് എപ്പോഴും സഭയുടെ ആവശ്യം. ഒന്നാമത്തെ റൗണ്ട് ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഒരു 5 മിനിറ്റ് വിൽ ടേക്ക് എ കപ്പിൾ ഓഫ് ക്വസ്റ്റ്യൻസ്. ആരാ ഇതിൻ്റെ മൈക്കൊക്കെ ഒന്ന് വോളണ്ടിയേഴ്സ് പ്ലീസ്.
നിങ്ങൾക്ക് ഈ 3 പാനലിസ്റ്റുകളിൽ ആരോട് വേണമെങ്കിലും ഈ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാനുള്ള സമയമാണ്. അത് കഴിഞ്ഞിട്ട് വിൽ മൂവ് ഇൻ ടു ദി സെക്കൻഡ് റൗണ്ട്. ആ പേരും പള്ളിയും കൂടെ ഒന്ന് പറയാമെങ്കിൽ ഒന്ന് സ്കെച്ച് ചെയ്യാനാ. ഹലോ, എൻ്റെ പേര് ബെൻസൺ എന്നാണ്. ഞാൻ വിലങ്ങറ സെൻറ് തോമസ് മാർത്തോമ ഇടവകയാണ്. പാനൽ ഡിസ്കഷനിൽ വന്ന മെയിനായിട്ടൊരു ടോപ്പിക് മതവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. എന്നാൽ ഇന്നത്തെ ജെൻസി തലമുറയിൽ മതത്തേക്കാൾ ഉപരിയായി ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന കുട്ടികളെ ധാരാളമായി കാണാൻ സാധിക്കും. ഞാൻ അധ്യാപകൻ കൂടിയാണ് വർക്കല ഗവൺമെൻറ് ITL. അതുകൊണ്ട് തന്നെ മതത്തേക്കാൾ ഉപരിയായി ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന കുട്ടികൾ ഈ കാലഘട്ടത്തിൽ വളർന്നു വരിക. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, 3 പേരോടുള്ള ചോദ്യമാണ്. ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ വ്യവസ്ഥിതിയിൽ കാതലായ മാറ്റം ഉണ്ടാക്കുവാനായിട്ടോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനായിട്ടോ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. നിങ്ങളിൽ 3 പേർക്ക് ആർക്ക് വേണമെങ്കിലും പ്രതികരിക്കും. അവനൊരു നല്ല പയ്യനാണ് കേട്ടോ, വിലങ്ങറക്കാരന്. 1998 ഫാദർ അലോഷ്യസ് ഡി ഫെർണാണ്ടസ് എന്ന് പറയുന്ന പറവൂരിലുള്ള ഒരു പുരോഹിതൻ, ലാറ്റിൻ കാത്തലിക്സാണ്. അച്ഛനെ സഭയിൽ നിന്ന് മാറി അതിനുശേഷം അച്ഛനൊരു പ്രസ്ഥാനം ഉണ്ടാക്കി. മതാതീത ആത്മീയതയ്ക്കായുള്ള ഒരു സംഘമായിരുന്നത്. ഈ മതാതീത ആത്മീയത എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാൻ സന്തോഷമുണ്ടെങ്കിലും അത്തരമൊരു സ്പിരിച്വാലിറ്റിക്ക് സർവേ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം. ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്ക് പറയുമ്പോൾ അത് സെക്കുലറാണ്, പക്ഷെ പ്രയോഗത്തിൽ വരുമ്പോൾ ചില വാല്യൂസും പ്രാക്ടീസസും ആഡ് ചെയ്യുന്നിടത്താണ് സ്പിരിച്വാലിറ്റി എൻറിച്ച്ഡ് ആവുന്നത് എന്ന് പറയും. അല്ലെങ്കിൽ ഫെയ്ത്തിൻ്റെ എംബോഡിമെൻറ്റ് എന്നുള്ള നിലയിൽ സ്പിരിച്വാലിറ്റിയെ കാണണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് അതിനോടുള്ളത്. അച്ഛൻ കൂടുതൽ പ്രിയപ്പെട്ട ബ്ലെസൻ സാർ ചോദിച്ച ചോദ്യം, നമുക്കറിയാം ഈ മതേതരത്വം, സെക്കുലർ എന്ന് പറയുന്നതും ഈ മതം എന്ന് പറയുന്നതും തമ്മിലുള്ളൊരു ബന്ധത്തെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണാൻ ശ്രമിക്കുന്നത്. പലപ്പോഴും റിജക്ഷൻ ഓഫ് റിലീജിയൻ, പലപ്പോഴും മതം വേണ്ട എന്ന് പറയുന്ന ഒരു തലമുണ്ട്, മതം അനിവാര്യമാണ് എന്ന് പറയുന്ന ഒരു തലമുണ്ട്, മതത്തിന് ഉപരിയായിട്ട് ചിന്തിക്കണം എന്ന് പറയുന്നതിലും ഒരു തലമുണ്ട്. അവിടെയൊക്കെയാണ് പലപ്പോഴും നമ്മളെ ആത്മീയതയെ നോക്കിക്കാണാൻ ശ്രമിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ട അലക്സാർ പറഞ്ഞതുപോലെ നമ്മൾ എത്രത്തോളം റിലീജിയനെ വേണ്ട എന്ന് വയ്ക്കും, എത്രത്തോളം റിലീജിയനെ മാറ്റി വയ്ക്കും, ഏതെല്ലാം മേഖലകളിൽ നമ്മൾ മതത്തെ മാറ്റി വയ്ക്കേണ്ടി വരും, ഇത് ഗൗരവമായൊരു ചിന്തയും ചർച്ചയും ആവശ്യപ്പെടുന്ന ഒന്നാണ്. കാരണം നമ്മളൊരു സെക്കുലർ ആകുമ്പോൾ തന്നെ റിലീജിയനെ എത്രത്തോളം ഒരു ലിബറേറ്റീവ് ആക്കാം, ഒരു വിമോചനാത്മകമാക്കാം എന്നുള്ളതുകൂടെ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. അതുകൊണ്ട് പലപ്പോഴും റിലീജിയസ് എക്സ്പ്രഷൻസ് ആവശ്യമായിരിക്കുമ്പോൾ തന്നെയാണ്, അതിലൂടെ തന്നെയാണ് സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്, സ്പിരിച്വാലിറ്റിക്ക് എക്സ്പ്രഷൻസ് ഉണ്ടാകുന്നത്. എന്നാൽ റിലീജിയനുള്ളിൽ മാത്രം മതി എന്ന് പറയുന്നിടത്തുള്ള അപകടമാണ് നമ്മൾ വളരെ സൂക്ഷ്മതയോടെ മനസ്സിലാക്കേണ്ടത്. റിലീജിയനുള്ളിൽ മതി, അതായത് റിലീജിയൻ അപ്പുറത്തേക്ക് പോകണ്ട, റിലീജിയനിലൂടെ തന്നെയാണ്, റിലീജിയനാണ് എല്ലാ നോമും സെറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നിടത്താണ് നമ്മളൊക്കെ നമ്മുടെ രാജ്യമോ നമ്മളൊക്കെ പെട്ടിരിക്കുന്ന ഒരു ഹെയ്റ്റും അഗ്രസീവ്നെസ്സും കമ്മ്യൂണലിസവും അല്ലെ ഫാസിസവും ഒക്കെ വന്നു നിൽക്കുന്നു. എന്നാൽ ഇതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ മതത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് പറ്റില്ല. കാരണം മതത്തിന് അതിൻ്റെതായ ചില എക്സ്പ്രഷൻസ് ഉണ്ട്. അത് ആ വിധത്തിൽ സ്പിരിച്വാലിറ്റിയെ ഓൺ ചെയ്യുക, കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിനോടുള്ള എൻ്റെ ഒരു ഒബ്സർവേഷൻ. നമ്മൾ ഈ പുതിയ തലമുറയെ നമ്മൾ നോക്കിക്കാണുമ്പോൾ അവർ ഇവിടെ പറഞ്ഞതുപോലെ സ്പിരിച്വാലിറ്റിക്ക് അവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നു, റിലിജിയോസിറ്റി അത്ര അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ സഭയെ അല്ലെങ്കിൽ നമ്മൾ ചർച്ചിനെ നോക്കുകയാണെങ്കിൽ അതൊരു പുഷ്പം പോലെയാണ്. അതിനകത്ത് പല തലങ്ങൾ അല്ലെങ്കിൽ പല ഇതളുകളുള്ള ഒരു ഇതായിട്ട് നമുക്ക് വേണമെങ്കിൽ സങ്കല്പിക്കാം. അതിൻ്റെ പുറമേ നമ്മൾ അതിൻ്റെ റിച്വൽസും പ്രാക്ടീസസും നമ്മുടെ ലിറ്റർജിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ സഭയ്ക്കൊരു സ്ട്രക്ചറുണ്ട്, അതിന് അഡ്മിനിസ്ട്രേഷനുണ്ട്,
അപ്പോൾ അങ്ങനെയുള്ള ചില ഭരണപരമായിട്ടുള്ള അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ചില സ്ഥാനമാനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. അതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ ആണ് അതിൻ്റെ ചർച്ചിൻ്റെ ഡോക്ട്രിൻസ്, അതുപോലെ തന്നെ അതിൻ്റെ തിയോളജി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിൻ്റെ ഏറ്റവും ഉള്ളിലായിട്ടാണ് ഇതിൻ്റെ ഫെയ്ത്ത് ആൻഡ് എത്തിക്സ്, അതിൻ്റെ ഒരു കോർ എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ജെൻസി ഒരുപക്ഷെ അന്വേഷിക്കുന്നത് ഞങ്ങൾക്ക് ഇതിനകത്തെ ഉള്ളിലെ ആ ഒരു സ്പിരിച്വാലിറ്റി കണ്ടൻറ്റ് മാത്രം മതി, അല്ലെങ്കിൽ ഇവിടുത്തെ പവർ പൊസിഷൻ, ഇതൊക്കെ പൊളിറ്റിക്സ്, അതൊന്നും ഞങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യാൻ താല്പര്യമില്ല. ഒരുപക്ഷെ ഇന്നത്തെ കുട്ടികൾക്കൊന്നും അങ്ങനെയുള്ള സ്ഥാനമാനങ്ങളൊന്നും ആവശ്യമില്ല, അതിനെപ്പറ്റി അത്ര വലിയ അവർ ബോധേഡല്ല എന്നുള്ളതാണ്. പിന്നെ ഇങ്ങനത്തെ റിച്വൽസ് ആവശ്യമുണ്ടോ എന്നുള്ളത്, അത് പക്ഷേ ഒരു കൊച്ചുകുട്ടി നമ്മൾ ജനിച്ച് വീഴുമ്പോൾ അതിനെ നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അത് ഇപ്പോൾ പല്ല് തേക്കാൻ നമ്മൾ പഠിപ്പിച്ചാണ് അതിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് വലുതായിട്ട് പല്ല് തേച്ചോളും എന്ന് പറഞ്ഞ് നമുക്കങ്ങ് വിടാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ റിച്വൽസ് ആൻഡ് പ്രാക്ടീസസ് ഒക്കെ വരുന്നതിലൂടെയാണ്. വലുതായിട്ടും തേക്കാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് റിച്വൽസ് ഉണ്ട്, പക്ഷേ അതിൻ്റെ അമിത പ്രാധാന്യം നമുക്ക് അല്ല, അതിൻ്റെ ഒരു കോർ നഷ്ടപ്പെട്ടു പോകാതെ, ആ ഒരു സ്പിരിച്വാലിറ്റി കണ്ടൻറ്റ് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഷിബിയച്ചനും അത് തന്നെയാണ് പറഞ്ഞത് എന്നുള്ളത്. ആ ഒരു കോർ ഫെയ്ത്തിനെ നമുക്ക് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് ഈ ജെൻസി, ഇന്നത്തെ ജനറേഷൻ നമ്മളോട് ചോദിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ മതവും ആത്മീയതയൊക്കെ ഈ കോഴിമുട്ട പോലെയാണ്. വെള്ളയും ഉണ്ട്, ഉണ്ണിയുണ്ട്. എനിക്ക് ഉണ്ണി മാത്രം മതി, വെള്ള വേണ്ട. ഇത് രണ്ടും കൂടെ ചേരുന്നതിൻ്റെ പേരാണ് മുട്ട എന്നൊക്കെ പറയുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു ഹെൽത്തി ബാലൻസ് എന്ന് പറയും. ഇത് നമുക്കങ്ങനെ കൃത്യമായി ക്ലിനിക്കലായി അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇവർ 3 പേരും പറഞ്ഞതുകൊണ്ട് ബാക്കി നമുക്ക് വെല്ലങ്ങറ വെച്ച് അടുത്ത റൗണ്ടിലോട്ട് പോവാം. ഓക്കെ. പാനലിസ്റ്റിൽ ആരോടാണ് എന്നൊന്നുകൂടെ പറയണേ, പേരും സ്ഥലവും പറയാം. എൻ്റെ പേര് ഡാനിയ. ഞാൻ ഇമ്മാനുവൽ മാർത്തോമ ചർച്ച് ഐരാണിക്കുടിയിൽ നിന്നാണ് വരുന്നത്. ഇത് പ്രത്യേകിച്ച് ആരുമായിട്ടും അല്ല, ആർക്കും വേണേൽ പറയാം. സോ നമ്മുടെ പേരൻസിൻ്റെ അടുത്തും ആ ഒരു ജനറേഷൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് പള്ളിയിൽ പോകാനായിട്ട് ഈ റിലീജിയസ് സ്പിരിച്വൽ റീസൺസ് മാത്രമല്ല, കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു റീസണും അവർ പറയാറുണ്ട്. ആ പള്ളിയിൽ പോയ ആൾക്കാരോട് സംസാരിക്കുന്നു, ആ ഒരു അറ്റ്മോസ്ഫിയർ അവർക്ക് ഇഷ്ടമാണെന്ന് പറയാറുണ്ട്. അതുപോലെ ഞാൻ ഈ അറ്റ്മോസ്ഫിയറിന് വേണ്ടി പള്ളിയിൽ പോകുന്ന ഒരാളാണ്. പക്ഷേ ഈയിടെയായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഈ ജെൻസി പള്ളിയിൽ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടോക്സിക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ നിന്നുള്ള ഇങ്ങോട്ട് വരുന്നതെന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് ആൾക്കാരെ വളരെ റേസിസ്റ്റ് ആയിട്ടുള്ള റിമാർക്സ് ഈ പള്ളിയിലെ അധികാരികൾ, ടീച്ചേഴ്സ്, സൺഡേ സ്കൂളിലെ ആവട്ടെ, അതുപോലെ ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെയുള്ള സ്ഥലത്ത് പോയി ഫിസിക്കലി പ്രസൻ്റായി ഉള്ള ഒരു സ്പിരിച്വാലിറ്റി ആണോ, അതോ സ്വന്തമായി വീട്ടിൽ ഇരുന്ന് മറ്റുള്ളവർക്ക് നമുക്കും ദൈവത്തിന് നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്പിരിച്വാലിറ്റി ആണോ നല്ലത്? ഇത് ആക്റ്റീവായിട്ടുള്ള ഒരു ടോക്സിക് എൻവയോൺമെൻ്റ് ആണ് ചേർച്ചിൽ ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കുക. ഇത് ഷിബിയച്ചൻ തന്നെ പറയുന്നതല്ലേ? ഈ പറഞ്ഞിട്ടുള്ളത് വളരെ റിയൽ ഇഷ്യൂ ആണെന്നുള്ളത് നമുക്ക് സമ്മതിക്കേണ്ടി വരും. കാരണം അതാണ് നമ്മുടെ ഒരു സാധാരണ ഇടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞതുപോലെ പള്ളിയിൽ പോകണ്ട, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്നുള്ളത് മാത്രമാണോ നമ്മളുടെ ഒരു സ്പിരിച്വാലിറ്റിയെ ഓറിയൻ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. കാരണം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു സ്പിരിച്വൽ ഓറിയൻറ്റേഷനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സ്പിരിച്വാലിറ്റിയെ ഓറിയൻ്റ് ചെയ്യുന്നത് ഞാനും ദൈവവും ഞാൻ ചെയ്യുന്ന കുറേ നന്മ പ്രവൃത്തിയും മാത്രമല്ല, ഞാൻ സമൂഹത്തിൽ എടുക്കുന്ന ചില നിലപാടുകൾ, ഞാൻ ചെയ്യേണ്ട ചില എത്തിക്കലായിട്ടുള്ള മോറലായിട്ടുള്ള ചില സ്റ്റാൻഡ് പോയിൻറ്റ്സ് ഉണ്ട്, അതുകൊണ്ട് ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അതോടെ ചേർന്നാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ മുമ്പേ മോത്തി അച്ഛൻ പറയാൻ ശ്രമിച്ചതുപോലെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഉണ്ണി മാത്രം മതി, തോട് വേണ്ട, അല്ലെങ്കിൽ വെള്ള വേണ്ട എന്ന് പറയുന്നതല്ല. കാരണം ഈ ലെവലുകൾ എല്ലാം ചേർന്നതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പം സ്പിരിച്വാലിറ്റിയെ ഞാൻ പള്ളിയിൽ പോകാതെ അവിടെ ഇങ്ങനൊരു അന്തരീക്ഷമാണ് എന്ന് ചിന്തിക്കാതെ അവിടെ എത്രത്തോളം എനിക്ക് എൻഗേജ് ചെയ്യാൻ സാധിക്കും, 1-to-1 എൻഗേജ്മെൻറ്റിനൊരു പോസിബിലിറ്റി ഉണ്ടോ, അതിനുള്ള ഒരു സാധ്യത ആരായാൻ പറ്റുന്നുണ്ടോ, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൂടെ നമ്മളുടെ ഒരു സ്പിരിച്വാലിറ്റിയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട്
പലപ്പോഴും ഇങ്ങനെയുള്ള സ്പേസസ് ഇറ്റ് ഈസ് നോട്ട് കംഫർട്ടബിൾ ടു മീ എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിയുകയല്ല, അങ്ങനെയുള്ള സ്പേസിൽ തന്നെ എൻ്റർ ചെയ്തിട്ട് കുറച്ചുകൂടെ ബെറ്റർ വിധത്തിലുള്ള എൻഗേജ്മെൻറ്റിനുള്ള ശ്രമം തീർച്ചയായിട്ടും ഉണ്ടാകണം. അതുകൂടാണ് സ്പിരിച്വാലിറ്റി ഡിസൈൻ ചെയ്യുന്നത്. അല്ല നമ്മൾ പലപ്പോഴും എസ്കേപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടേതായ ഒരു മേഖലകളിൽ നമ്മുടേതായ ഒരു ഫ്രെയിമിനുള്ളിലേക്ക് മാത്രം നിന്നുകൊണ്ട് അതാണ് ബെസ്റ്റ്, മറ്റേതൊക്കെ പൊക്കോട്ടെ എന്ന് പറയാതെ നമുക്ക് നമ്മുടേതായ ഒരു ബിൽഡിംഗ്, ഇന്ന് പ്രിയപ്പെട്ട അബുവച്ചൻ പറഞ്ഞപ്പോൾ ഗ്രൗണ്ടഡ് ഇക്വിപ്ഡിനകത്ത് പറഞ്ഞായിരുന്നു ഒരു ബിൽഡിങ്ങിനെ കുറിച്ച്. തീർച്ചയായിട്ടും ആ ബിൽഡിംഗ് നമ്മളുടെ ഒരു ഫെയ്ത്തിൻ്റെ ഡയമെൻഷൻ തന്നെയാണ്, സ്പിരിച്വാലിറ്റിയുടെ ഡയമെൻഷനാണ്. ഹൗ വി ബിൽഡ്, ഹൗ വി എൻഗേജ്, ഹൗ വി ഇൻട്രാക്ട് ആൻഡ് ഇൻവോൾവ് ഇൻ എ കമ്മ്യൂണിറ്റി ലൈഫ്. ആ കമ്മ്യൂണിറ്റി ലൈഫിൽ ഇൻവോൾവ് ചെയ്യുന്നതും നമ്മളുടെ ഒരു സ്പിരിച്വാലിറ്റിയുടെ ഭാഗമായിട്ട് കണ്ടുകൊണ്ട് വേണം ഇതിലേക്ക് പോകാൻ.